യാസിർ സംസാരിക്കുന്നു. സ്വർഗത്തിലേക്ക് നടന്ന ഒരാളുടെ സാക്ഷ്യം. എന്റെ പേര് യാസിർ. ഒരു കാലത്ത് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അയ്യപ്പനായിരുന്നു. ഉപജീവനത്തിനായി തട്ടാൻ പണി ചെയ്തിരുന്ന ഞാൻ കടുത്ത ഇസ്ലാം വിരോധിയായ ഒരു RSS പ്രവർത്തകനായിരുന്നു അന്ന്. ആ വിദ്വേഷം മനസ്സിലിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഓരോ വരികളും എന്റെ ഉള്ളിലേക്കിറങ്ങിച്ചെന്നപ്പോൾ ഇസ്ലാമിനെ കൂടുതൽ അറിയാനുള്ള ദാഹം എന്നിൽ വർദ്ധിച്ചു. അറബിയും മലയാളവും കലർന്ന ആ പുണ്യഗ്രന്ഥം വെറുമൊരു മനുഷ്യനിർമ്മിതിയല്ലെന്നും ലോകത്തിന് മുഴുവനുമുള്ള അനുഗ്രഹമാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹു ഹിദായത്തിന്റെ സന്മാർഗം വെള്ളിവെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞുതന്നു. അങ്ങനെ സത്യദീൻ തിരിച്ചറിഞ്ഞ ഞാൻ ഈമാനിന്റെ വിശ്വാസം മാധുര്യം നുണഞ്ഞു. എന്റെ രക്ഷിതാവിനോട് നന്ദിയുള്ള അടിമയായി അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുസ്ലിമായി ജീവിക്കാനും ആ ഈമാനോടെ തന്നെ അവനെ കണ്ടുമുട്ടാനും ഞാൻ ഉറച്ചു. ഈ നശ്വര ലോകത്തെ അവന്റെ ശാശ്വത സ്വർഗ്ഗത്തിനുവേണ്ടി ഞാൻ കച്ചവടം ചെയ്തു. സൃഷ്ടാവിനെ മാത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവന് മാത്രം ഇബാദത്തുകൾ, ആരാധന അർപ്പിച്ചുകൊണ്ട് ഞാൻ അവനോട് കരാർ ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ യാസിറിനോടുള്ള ആദരസൂചകമായി ഞാൻ യാസിർ എന്ന പേര് സ്വീകരിച്ചു. എനിക്ക് ലഭിച്ച ആ വലിയ അനുഗ്രഹം ഞാൻ എന്റെ കുടുംബത്തിനും പകർന്നു നൽകി. അവരും സന്തോഷത്തോടെ ഇസ്ലാം സ്വീകരിച്ചു. എന്റെ ജീവന്റെ പാതിയായ പ്രിയതമ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായ സുമയ്യയുടെ നാമം സ്വീകരിച്ചു. പഴയ പൂജാകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തമെന്നോണം ഞാൻ പോകുന്ന ഇടങ്ങളിലെ പള്ളികളിലെല്ലാം ബാങ്ക് വിളിക്കാൻ അനുവാദം തേടുമായിരുന്നു. പ്രബോധനം എന്റെ കടമയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരും സത്യമതം പഠിക്കാനും സന്മാർഗം പ്രാപിക്കാനും തുടങ്ങിയതോടെ വെറുപ്പിന്റെ വക്താക്കളായ സംഘപരിവാർ എന്നെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരൻ ബാബു ഇസ്ലാം സ്വീകരിച്ച് അബ്ദുൽ അസീസ് ആയതോടെ ശത്രുക്കളുടെ കൊലവിളിക്ക് മൂർച്ച കൂടി. 1998 ഓഗസ്റ്റ് 17. അന്ന് രാത്രി എന്റെ മകൾക്ക് സുഖമില്ലാത്തതിനാൽ ഞാനും ഭാര്യ സുമയ്യയും അബ്ദുൽ അസീസും ചേർന്ന് ആശുപത്രിയിൽ പോയി മടങ്ങിവരികയായിരുന്നു. ശത്രുക്കൾ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ച വാർത്തയറിഞ്ഞപ്പോൾ അതന്വേഷിക്കാൻ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ പ്രിയതമ സുമയ്യ എന്റെ കൈ പിടിച്ചു തടഞ്ഞു. രാത്രിയാണ്, ഇരുട്ടാണ്, അവർ നിങ്ങളെ ഉപദ്രവിക്കും എന്നവൾ ആകുലപ്പെട്ടു. അവളുടെ കൈകൾ ചേർത്തുപിടിച്ച് ഞാൻ പറഞ്ഞു, സുമയ്യ, ശത്രുക്കളുടെ കൈയാൽ ഞാൻ കൊല്ലപ്പെട്ടാൽ നാഥന്റെ സന്നിധിയിൽ ഉയർന്ന സ്ഥാനമുള്ള ഷഹീദാകും ഞാൻ. ഒരു ഷഹീദിന് 40 പേർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അധികാരമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഞാൻ രക്തസാക്ഷിയായാൽ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ ആദ്യം ശുപാർശ ചെയ്യുക നിന്നെയും മക്കളെയുമായിരിക്കും. ഈമാനിന്റെ മാധുര്യം തിരിച്ചറിഞ്ഞ സുമയ്യ അതോടെ സന്തോഷത്തോടെ എന്നെ യാത്രയാക്കി. ഞങ്ങൾ അങ്ങാടിയിലെത്തി. ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന കാബാലികർ മാരകായുധങ്ങളുമായി ഞങ്ങളുടെ മേൽ ചാടി വീണു. എന്റെ ശരീരമാസകലം 14 മാരകമായ വെട്ടുകളേറ്റു. കഴുത്തിലൂടെ ചുടുചോര ചാലിട്ടൊഴുകി ഞാൻ നിലത്തു വീണു. കൂടെയുണ്ടായിരുന്ന അബ്ദുൽ അസീസ് മുറിവുകൾ വകവയ്ക്കാതെ എനിക്ക് അല്പം വെള്ളം തരാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അബ്ദുൽ അസീസ്, എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഷഹീദിന് നൽകുന്ന ആ പാനീയമാണ്. ആ വെള്ളം ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്റെ നാഥനോട് ചെയ്ത കരാർ പൂർത്തിയാക്കി. ദുനിയാവ് വെടിഞ്ഞിട്ട് ഇന്നേക്ക് സംവത്സരങ്ങൾ കഴിഞ്ഞു. ഇന്നിത് ഇവിടെ പറയാൻ കാരണം എന്റെ 3 വർഷത്തെ ഇസ്ലാമിക ജീവിതം നുള്ളിയെറിഞ്ഞ ആ വെറുപ്പിന്റെ വക്താക്കൾ ഇന്നും നിങ്ങൾക്കിടയിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ്. മറവി മരണമാണ്, ഓർമ്മയാണ് ജീവിതം എന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഷഹീദ് യാസിർ.